ഹായ് ഹലോ വെൽക്കം ടു എജുബി. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം, നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബാങ്ക് എക്സാം ആണ്, ഏറ്റവും പവർഫുൾ ജോബായ നമ്മുടെ SBI POയുടെ സാലറി സ്ട്രക്ചർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പവർഫുൾ ജോബാണ് നമ്മുടെ SBI PO എന്ന് പറയുന്ന ഒരു എക്സാം അല്ലേ. ബാങ്ക് എക്സാമിൽ തന്നെ നമുക്ക് കുറേ ടൈപ്പ് എക്സാം ഉണ്ട്. SBI ഉണ്ട്, IBPS ഉണ്ട്, അതുപോലെ RRB ഉണ്ട്, അവന്മാരുടെ ക്ലർക്ക് PO. ഈ എല്ലാ എക്സാം എടുത്താലും അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ജോബാണ് ആരാ? നമ്മുടെ പ്രൊബേഷണറി ഓഫീസർ എന്ന് പറയുന്ന PO. അപ്പോൾ ഈ POക്ക് ഒരു ആസ് എ ബിഗിനർ എന്ന നിലയിൽ, നമ്മൾ ഇപ്പോൾ ജോലിയിൽ കയറുന്ന ഒരാൾ എന്ന നിലയിൽ എത്ര രൂപ നമുക്ക് ശമ്പളം കിട്ടും അല്ലെ? എത്രയാണ് നമ്മുടെ സാലറി, ഇൻ ഹാൻഡ് സാലറി എത്ര, ഏതൊക്കെയാണ് അലവൻസ് ഉള്ളത്, എന്തൊക്കെയാണ് ഡിഡക്ഷൻ ഉള്ളത്? അപ്പോൾ ആ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ. ഓക്കെ, നോക്കാമല്ലോ. അപ്പോൾ നമുക്കറിയാം, ഏതാണ്ട് ഒരു 4 to 5 months നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ അടുത്ത SBI PO വിളിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കി വെക്കാം അല്ലെ. കാരണം നമുക്ക് ഒരു ഡിഗ്രി ലെവൽ സ്റ്റുഡന്റ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഒരാൾ എന്ന നിലയിൽ, ആസ് എ ഗ്രാജുവേറ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് നമ്മുടെ SBI PO എന്ന് പറയുന്ന ഒരു എക്സാം അല്ലെ. അപ്പോൾ SBI PO എന്ന് പറയുന്ന ഒരു എക്സാം നമുക്ക് 6 മാസത്തിനുള്ളിൽ പഠിച്ച് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ നിങ്ങളുടെ സാലറി എത്ര രൂപ നമുക്ക് ലഭിക്കുമെന്നറിയണം അല്ലെ. അപ്പം നോക്കാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബേസിക് പേ വരുന്നത്, ഒരു SBI ഓഫീസറിന്റെ ഏറ്റവും ബേസിക് പേ എന്ന് പറയുന്നത് ഈ പറയുന്ന 48,480 rupees ആണ് നമ്മുടെ ഏറ്റവും ബേസിക് പേ എന്ന് പറയുന്നത്. അതിന്റെ കൂടെ 4 അഡ്വാൻസ് ഇൻക്രിമെന്റും കൂടെ ഉണ്ട്. ആ ഇൻക്രിമെന്റും കൂടെ ചേർത്ത് നമുക്ക് എന്ത് കിട്ടും? കുറച്ച് 48,450 രൂപ സംതിങ്, ഇത്രയും ഇൻക്രിമെന്റ് ആയിട്ട് നമുക്ക് 85,920 രൂപ നമുക്ക് എന്ത് കിട്ടും? ഇൻക്രിമെന്റും കൂടെ ചേർത്ത് നമ്മുടെ സാലറി, ഇൻ ഹാൻഡ് സാലറി നിങ്ങളുടെ കയ്യിൽ കിട്ടും. പിന്നെ കുറച്ച് ആൾക്കാർക്ക് നമ്മുടെ DA, HRA, CC കുറച്ച് PF കോൺട്രിബ്യൂഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ടൈം ടു ടൈമിൽ അത് നമുക്ക് കുറച്ച് ഇൻക്രിമെന്റ് കാര്യങ്ങളൊക്കെ കിട്ടും. അത് നമുക്ക് അങ്ങോട്ട് പോകുന്നതോറും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവന്മാരുടെ നോക്കാം. ഓക്കെ, പിന്നെ നോക്കുമ്പോൾ നമ്മുടെ സാലറി സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബേസിക് പേ എന്ന് പറയുന്നത് 56,480 rupees. അത് 48,480 രൂപയും പിന്നെ ഒരു അഡ്വാൻസ് ഇൻക്രിമെന്റും കൂടെ ചേർത്താണ് നമുക്ക് ഈ പറയുന്ന 56,480 rupees കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഒരു സ്പെഷ്യൽ അലവൻസ് ആയിട്ട് ഒരു 14,000 സംതിങ് കിട്ടുന്നുണ്ട്. ബേസിക് സാലറിക്ക് പുറമെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ. ബേസിക് സാലറിക്ക് പുറമെ ഈ പറയുന്ന അലവൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ ഹൗസ് റെന്റ്, വീടിന് റെന്റ് ആയിട്ടൊരു 4,500 rupees സംതിങ് കിട്ടുന്നുണ്ട്. ഡിയർനെസ് അലവൻസ് ആയിട്ട് ഒരു 15,000 rupees. അതുപോലെ ലൊക്കേഷൻ, നമ്മുടെ സ്ഥലത്തിനനുസരിച്ച്, നമ്മുടെ സിറ്റി ഏരിയ ആണോ വില്ലേജ് ഏരിയ ആണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിന് കുറച്ച് അലവൻസ് അത് വേരി ചെയ്യുന്നു കേട്ടോ. അങ്ങോട്ട് സിറ്റി ഏരിയയ്ക്കാണെങ്കിൽ കുറച്ച് അലവൻസ് കൂടുതലായിരിക്കും, വില്ലേജ് ഏരിയസ് അതിനാണെങ്കിൽ കുറച്ച് അലവൻസ് കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടുത്തെ അലവൻസിന് അല്പം വേരിയേഷൻ ഉണ്ടാവാം. ഓക്കെ, പിന്നെ ലേണിംഗ് അലവൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 850 rupees ഉണ്ട്. അതുപോലെ ഗ്രോസ് സാലറി, നമ്മുടെ മൊത്തം സാലറി 93,342 rupees ആണ്. ഓക്കെ, പ്ലസ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം ചേഞ്ച് ചെയ്യും. കാരണം സിറ്റി ഏരിയയും വില്ലേജ് ഏരിയയൊക്കെ വരുമ്പോൾ കുറച്ചൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പിന്നെ അതിൽ നമുക്ക് കുറച്ച് ഡിഡക്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് കുറെ എല്ലാം നമ്മുടെ കയ്യിൽ കിട്ടില്ല. ഇതെല്ലാ അലവൻസിലും കുറച്ച് നമുക്ക് എന്ത് വരും? കുറച്ച് ഡിഡക്ഷൻ ഉണ്ട്. ആ ഡിഡക്ഷൻ എല്ലാം പോയിട്ട് ഒരു 12,000 rupees, അപ്രോക്സിമേറ്റ്ലി ഒരു 13,000 rupees നമുക്ക് കുറച്ച് ഡിഡക്ഷൻ ഉണ്ട്. ആ ഡിഡക്ഷനും കൂടെ പോയിട്ട് നമ്മുടെ ഇൻ ഹാൻഡ് സാലറി ആയിട്ട് ഒരു 80,350 rupees നമ്മുടെ കയ്യിൽ കിട്ടും. ഇൻ ഹാൻഡ് സാലറി ആസ് എ ബിഗിനർ എന്ന നിലയിൽ അല്ലെ, ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ഇത്രയും രൂപ നിങ്ങൾ ജോലിക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഓക്കെ, ഒന്നും കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇയർ വൈസ് ഇൻക്രിമെന്റ് എത്ര രൂപയൊക്കെ എന്നാണ് അല്ലെ. അപ്പോൾ തുടക്കം ആദ്യത്തെ 4 ഇൻക്രിമെന്റ് നമുക്ക് ആദ്യം തന്നെ എന്താ, ബേസിക് സാലറി നമുക്ക് ഒരു 48,480 rupees ഉണ്ട്. പിന്നെ ആദ്യത്തെ ഫസ്റ്റ് 7 years കുറച്ച് ഇൻക്രിമെന്റ് 2,000 rupees ഒരു ഇൻക്രിമെന്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും രൂപയാവും നമുക്ക്. അടുത്ത 2 വർഷത്തേക്ക് ദെൻ ഒരു 2,340 rupees ചേർത്ത് നമ്മുടെ ബേസിക് സാലറി എന്ന് പറയുന്ന 67,000 rupees ആവും. ദെൻ വീണ്ടും അടുത്ത ഒരു 7 years 2,680 rupees ഇൻക്രിമെന്റ് ചേർത്ത് 85,920 rupees നിങ്ങൾക്ക് എന്ത് കിട്ടും? കയ്യിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് എന്തൊക്കെയുണ്ട്? കുറച്ച് ഡിഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ആ ഡിഡക്ഷൻ എന്നറിയണം അല്ലെ. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ അവർ പിടിക്കും, എന്തൊക്കെ ചെലവാകും എന്നാണ്. അപ്പോൾ അതിൽ PF എന്ന് പറയുന്ന പ്രൊവിഡന്റ് ഫണ്ട് അല്ലേ, അത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൽ നമുക്കൊരു 5,648 rupees നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊവിഡന്റ് ഫണ്ടിന് വേണ്ടി പിടിക്കും. അതുപോലെ പ്രൊഫഷണൽ ടാക്സ് ഒരു 200 rupees പിടിക്കും. അതുപോലെ കോൺട്രിബ്യൂഷൻ പെൻഷൻ ഫണ്ട്
ഓക്കെ, അത് ഒരു 6,845 റുപ്പീസ്. അതുപോലെ യൂണിയൻ അസോസിയേഷൻ മെമ്പർഷിപ്പ് അതിന് വേണ്ടിയിട്ട് ഒരു 300 റുപ്പീസ് അവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഡിഡക്ഷൻ ഒരു 12,993 റുപ്പീസ് നമ്മുടെ ടോട്ടൽ ഡിഡക്ഷൻ ആയിട്ട് അവർ പിടിക്കുന്നുണ്ട്. അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേരി ചെയ്യും, അത് ഓരോ ഏരിയയിലും ഓരോന്നായിരിക്കും. ഓക്കെ ആണ്. ദെൻ നമ്മുടെ അലവൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ അലവൻസ് എന്ന് പറയുന്ന ആദ്യത്തെ അലവൻസ് നമ്മുടെ ഡിയർനെസ് അലവൻസാണ്. അപ്പോൾ ഈ ഡിയർനെസ് അലവൻസ് നമുക്ക് 19.83% ഓഫ് ബേസിക് പേ ആണ്. ബേസിക് പേയിന്റെ ഇത്രയും ശതമാനം അപ്രോക്സിമേറ്റ്ലി 20% നമുക്ക് എന്ത് കിട്ടും? DA കിട്ടും അല്ലേ. അതുപോലെ നമ്മുടെ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് സിറ്റി ഏരിയ അനുസരിച്ച് 3 to 4% ഡിപ്പെൻഡിങ് ഓൺ ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് 3 to 4% നമ്മുടെ ബേസിക് പേയുടെ ഇത്രയും ശതമാനം ലൊക്കേഷൻ അലവൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ ലൊക്കേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു സിറ്റി ഏരിയ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു വില്ലേജ് ഏരിയ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ചെലവുകൾ കൂടുതലായിരിക്കും. സിറ്റി ഏരിയ ആണെങ്കിൽ കുറച്ച് ചിലവ് കൂടുതലായിരിക്കും, കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അത് ഇങ്ങോട്ട് വരുമ്പോഴും നമുക്ക് എന്താ ഒരു 3 to 4% വ്യത്യാസം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും അല്ലേ. ദെൻ ഹൗസ് റെന്റ് അലവൻസും അതുപോലെ തന്നെ നമ്മുടെ പ്ലേസ് ഇരിക്കുന്ന സ്ഥലം അനുസരിച്ച് 7 to 9% വ്യത്യാസമുണ്ട് അല്ലെ. 7 to 9% എമൗണ്ട് നമുക്ക് കൂടുതൽ കിട്ടും. കുറച്ച് ഇതാണെങ്കിൽ വില്ലേജ് ഏരിയയൊക്കെ ആണെങ്കിൽ കുറച്ചേ കിട്ടുള്ളൂ, 7% കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ ഒരു സിറ്റി ഏരിയയൊക്കെ ആകുമ്പോൾ 9% വരെ കിട്ടിയേക്കാം എന്നാണ് പറയുന്നത്. ദെൻ സ്പെഷ്യൽ അലവൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു 1,20,000 റുപ്പീസ് സ്പെഷ്യൽ അലവൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് അത് 100% കവർ ഫോർ എംപ്ലോയീസ് ആൻഡ് 75% കവർ ഫോർ ഡിപ്പെൻഡന്റ് ഫാമിലി. എന്ന് വെച്ചാൽ 100% നമ്മളെ എംപ്ലോയിക്ക് 100%വും എംപ്ലോയീസിന്റെ ഫാമിലിക്ക് ഒരു 75% നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ കവർ ചെയ്യുന്നുണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ദെൻ ട്രാവൽ അലവൻസ് ആയിട്ട് ഒരു ഫോർ ദി എംപ്ലോയി ഒഫീഷ്യൽ ട്രാവലിന് വേണ്ടിയിട്ട് AC2 ടയർ വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ SBI POക്ക് AC2 ടയർ വരെ അവർ ട്രാവൽ അലവൻസ് ആയിട്ട് കുറച്ച് എമൗണ്ട് കൊടുക്കുന്നുണ്ട്. കാരണം AC2 ടയർ വരെ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു അലവൻസിന്റെ പൈസ ഉപയോഗിച്ച് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ദെൻ ഫ്യൂൽ അലവൻസ് അഥവാ സ്വന്തമായിട്ട് വണ്ടി ഉള്ളവരാണ് എങ്കിൽ ഈ ട്രാവൽ ചെയ്യാനായിട്ട് നമ്മുടെ സ്ഥലം തൊട്ട് നമ്മുടെ വീട് മുതൽ നമ്മുടെ ഓഫീസ് വരെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് അലവൻസ് അതിനും കൂടെ എക്സ്ട്രാ നൽകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 1,100 to 1,250 റുപ്പീസ് വരെ എന്തുണ്ട്, നമ്മുടെ ഒരു ഫ്യൂവൽ അലവൻസ് ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ചിലവുകളും അവരാണ് നോക്കുന്നത് അല്ലേ. നമ്മുടെ മാക്സിമം ഏതാണ്ട് ഒരു 70% ഓഫ് നമ്മുടെ ചിലവുകളെല്ലാം ചെയ്യുന്നത് എന്താണ്, ബാങ്ക് തന്നെയാണ്. നമ്മൾ ജോലിക്ക് കയറുന്ന കാര്യം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം നമ്മുടെ കാര്യം നോക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് അല്പം മാത്രമേ പൈസ ചിലവാകുള്ളൂ, ബാക്കി എല്ലാം അവർ അലവൻസിൽ കൂടി അവർ ചേർത്ത് തരുന്നുണ്ട് നമുക്ക് അല്ലേ. ദെൻ എന്റർടൈൻമെന്റ് അലവൻസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത് കുറച്ച് രൂപ അത് വേരി ചെയ്യുമ്പോൾ ഓഫീസർ ലെവലിൽ നമ്മുടെ ഗ്രേഡ് കൂടുന്നതനുസരിച്ച് അത് വേരി ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. ദെൻ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അലവൻസിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയൊക്കെയാണ് അസേ ഒരു ബിഗിനർ എന്ന അല്ലെങ്കിൽ ഒരു പ്രൊബേഷണറി ഓഫീസറിൽ ഇപ്പോൾ ചെന്ന് കയറുന്ന ഒരാൾക്ക് SBI PO കൊടുക്കുന്ന സാലറി എത്രയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും. അപ്പോൾ നമുക്കറിയാം ഒരു 4-5 മാസത്തിനിടയിൽ നമുക്ക് എന്തായാലും എല്ലാ കൊല്ലവും വിളിക്കുന്ന എക്സാമാണ് നമ്മുടെ SBI PO. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നു തുടങ്ങും. അപ്പോൾ ഒരു 2-3 മാസത്തിനകം തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, നമ്മുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാക്സിമം ഒരു 2 മന്ത് അല്ലെങ്കിൽ 3 മന്ത് മാക്സിമം അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് പ്രിലിംസ് ഉണ്ടാവും. 1 മാസം കഴിയുമ്പോൾ മെയിൻസ് ഉണ്ടാവും. ഒരു 3 മാസം കഴിയുമ്പോൾ ജസ്റ്റ് ഒരു 2 മാസം കഴിയുമ്പോൾ തന്നെ അതിന്റെ ഇന്റർവ്യൂ ഉണ്ടാവും. ഇന്റർവ്യൂവും കഴിഞ്ഞ് നമുക്ക് റിസൾട്ട് പെട്ടെന്ന് വരുന്ന ഒരു എക്സാമാണ് നമ്മുടെ SBI PO. ഒരു 6 മന്തിനുള്ളിൽ തന്നെ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് പെട്ടെന്ന് നടക്കും. ഇത് എല്ലാ കൊല്ലവും നമുക്ക് നടക്കുന്ന ഒരു എക്സാമാണ് നമ്മുടെ SBI PO. അപ്പോൾ ഒരു ബിഗിനർ ആയാലും ഒരു എക്സ്പീരിയൻസ് ആയാലും നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. എന്തൊക്കെയാണ് നമ്മുടെ ബാങ്ക് നമുക്ക് നൽകുന്ന സേവനങ്ങളെന്ന് നമുക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.